നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അതിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ഓഫ് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട 2-3 സെറ്റിങ്സിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. നമ്മൾ ആദ്യമായിട്ട് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴെയായിട്ട് ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെയായിട്ട് ഇവിടെ ഡിവൈസസ് ആൻഡ് ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാസ്റ്റ് ഓപ്ഷൻസ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് മീഡിയ കൺട്രോൾ ഫോർ കാസ്റ്റ് ഡിവൈസ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ പല സന്ദർഭത്തിലും നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കടയിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ മിറർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കാസ്റ്റ് ചെയ്ത് മറ്റൊരു ഡിവൈസിൽ നിങ്ങളുടെ ഫോൺ മിറർ ചെയ്യുന്നത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത മറ്റൊരു സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ നേരത്തെ ഓപ്പൺ ചെയ്ത ഗൂഗിൾ എന്ന ഓപ്ഷന് കുറച്ച് മുകളിലായിട്ട് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും ഓണിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓണിലല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് സെക്യൂർ ആയിരിക്കും. പക്ഷേ പല സന്ദർഭത്തിലും പല കാരണങ്ങൾ കൊണ്ടും അതിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബൈ ചാൻസ് വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഈ 2 ഓപ്ഷനും ഓൺ ചെയ്തിടുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് അതിൽ നിന്നും ഡിറ്റക്റ്റ് ആവാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ വളരെ സെക്യൂറായിട്ട് സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി 3ാമത്തെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് ബാക്ക് വരാം. നേരത്തെ നമ്മൾ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷനാണ് സെക്യൂരിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തത്. അതിന് കുറച്ച് താഴെയായിട്ട് ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ യുവർ ഡിവൈസ് ഈസ് അപ് ടു ഡേറ്റ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈലിൽ വൈറസ് സംബന്ധമായ എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിലൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ മൊബൈൽ വളരെ ക്ലിയർ ആവുകയും, അതായത് വൈറസ് സംബന്ധമായിട്ടുള്ള ഹാംഫുൾ സംബന്ധമായിട്ടുള്ള മറ്റ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടും മൊബൈൽ ക്ലിയർ ആക്കുന്ന ഒരു ഓപ്ഷൻ, ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് കൂടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.